പാനൂരിലെ ബോംബ് നിർമ്മാണ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കേസിലെ എല്ലാ പ്രതികളും CPM-കാരാണ്. ബോംബുണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ മരിക്കുകയുണ്ടായി. ഇന്ന് ഈ പ്രതികളൊക്കെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അവരൊക്കെ നിർദോഷികളാണെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. മുഖ്യമന്ത്രി അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ വീട് സന്ദർശിച്ച പാർട്ടി നേതാക്കന്മാർ സ്വാഭാവികമായ ഒരു മരണം നടന്നപ്പോൾ പോയതാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണവും പ്രതികൾ കുറ്റക്കാരല്ല എന്ന പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയും ചേർത്ത് വായിച്ചാൽ ഈ കേസ് കേരള പോലീസ് അട്ടിമറിക്കാൻ പോവുകയാണെന്ന് വ്യക്തമാകും. വാസ്തവത്തിൽ ഈ അന്വേഷണം CBIക്ക് വിടുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ NIA ബോംബ് സ്ഫോടനം പോലുള്ള കേസുകൾ അന്വേഷിക്കേണ്ട NIA ആണ്. വാസ്തവത്തിൽ ഇത് NIA അന്വേഷിക്കേണ്ട കേസാണ്. മാർക്സിസ്റ്റ് പാർട്ടി ബോംബ് കുടിൽ വ്യവസായം പോലെ നിർമ്മിക്കുന്ന കാഴ്ച കേരളം ആദ്യമായിട്ടല്ല കാണുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ ബോംബ് നിർമ്മിക്കുകയും ബോംബുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട് രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മാണം ഇവർ നടത്തിയിട്ടുള്ളത്. ഒരാൾ മരിക്കുകയും മറ്റുള്ള പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തപ്പോൾ ഇപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുമായി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത് എത്ര അപഹാസ്യമാണ്. എന്തുകൊണ്ട് ഈ പ്രതികളെ മുഴുവൻ കണ്ടെത്താൻ കഴിയുന്നില്ല? കേസിൻ്റെ നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് ഒച്ചിൻ്റെ വേഗതയിൽ മുന്നോട്ട് പോകുന്നു? അവിടെയാണ് പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം ഗൗരവതരമായി മാറുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇവരെല്ലാം സംശയത്തിൻ്റെ ആനുകൂല്യമുള്ളവരാണെന്നാണ്. അതിൻ്റെ അർത്ഥം ഈ പ്രതികളെ സംരക്ഷിക്കാനും പാനൂർ ബോംബ് നിർമ്മാണ കേസ് അട്ടിമറിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയും ഗവൺമെൻറ്റും ഒത്തുകളിക്കുകയാണ്. ഇത് മുഴുവൻ നടത്തിയ CPM-കാരാണ്. ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ ബോംബ് നിർമ്മാണം നടക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്കുണ്ട്. പോലീസ് അന്വേഷിക്കുമോ? പോലീസ് തെരച്ചിൽ നടത്തുമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ബോംബ് നിർമ്മാണമുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്തുകൊണ്ട് പോലീസ് മടിക്കുന്നു? അതുകൊണ്ട് ഈ കേസ് NIA അന്വേഷിക്കേണ്ടതാണ്. ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചതും ബോംബ് നിർമ്മാണം നടത്തുന്നതും അതീവ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ വസ്തുതകളെല്ലാം പുറത്തു വരികയുള്ളൂ.